ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ഡിഫറെൻ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസുകളാണ്. ഓക്കെ, ലൈക്ക് കെയ്സൺ, PDCA, 5S, ക്വാളിറ്റി സർക്കിൾസ്. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെ അത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരു പാരാമീറ്ററായി മാറുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡായ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമായ PDCA നോക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ ഡെമിങ് കോൺട്രിബ്യൂഷനിൽ PDCA കണ്ടിരുന്നു. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. PDCA cycle. It is also called as Deming cycle or Deming wheel, developed by Walter and popularized by Edward Deming. അപ്പോൾ PDCA സൈക്കിളിന് വേറൊരു പേരുള്ളത് ഡെമിങ് സൈക്കിൾ ഓർ ഡെമിങ് വീൽ എന്നാണ്. വീൽ മീൻസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. PDCA എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക, നെവർ എൻഡിങ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ് PDCAയുടെ മെയിൻ ആയിട്ടുള്ളൊരു തീം. അത് ഓൾറെഡി നമ്മൾ മോഡ്യൂൾ 1 കണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വീലാണ് PDCA. This is a scientific method used for action-oriented learning. Then the PDSA, that is plan, do, study, act cycle can also be described as PDCA, that is plan, do, check, act. And this tool is used for problem solving with never-ending cycle of improvement. അപ്പോൾ PDCAയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക. ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആണ്. The PDSA cycle goes on and on because TQM believes that there is no end to improvement. നമ്മൾ TQMൻ്റെ പ്രിൻസിപ്പിൾസിലെല്ലാം കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ PDCAയും കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മെത്തഡോളജിയാണ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ടേമും എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം. പ്ലാൻ, ഡു, സ്റ്റഡി ഓർ ചെക്ക് ആൻഡ് ആക്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാൻ. In general, plan means studying the current situation, gathering data for identification of current status, analysis of problems, and planning for improvement with a definite target. അപ്പോൾ പ്ലാൻ, ആ പേര് പോലെ തന്നെ പ്ലാൻ ചെയ്യുന്നു. ഓർഗനൈസേഷൻ ഒരു പ്രോബ്ലം എറൈസ് ചെയ്താൽ അതിനുള്ള ഒരു സൊല്യൂഷൻ പ്ലാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നിലവിലുള്ള ഓർഗനൈസേഷനിലെ പ്രോസസ്സ് എന്ന് പറയുന്നത് വീക്കറാണ്, മീൻസ് അതിൻ്റെ പെർഫോമൻസ് പുവറാണ്. കാരണം ഫെയിലിയേഴ്സ് കൂടുതലുണ്ടാകുന്നു, വേരിയേഷൻസ് കൂടുതലുണ്ടാകുന്നു. സോ പെർഫോമൻസ് പുവറാണ്. സോ പുതിയൊരു മെത്തേഡ്, പുതിയൊരു പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? പ്ലാനിങ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് വിത്ത് ഡെഫിനിറ്റ് ടാർഗറ്റ്. ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലേക്ക്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിലേക്ക് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് കറണ്ട് ആയിട്ടുള്ള പ്രോസസ്സ്. അത് റിഫൈൻ ചെയ്യാം, അത് റീപ്ലേസ് ചെയ്യാം, അതിലൊരു റീവർക്ക് നടത്താം. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒരു പ്രോബ്ലം അറൈസ് ചെയ്തു, ആ പ്രോബ്ലത്തിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അത് പ്ലാൻ ചെയ്യാം. അതാണ് പ്ലാനിങ് ഫേസിൽ നടക്കുക. ദെൻ ഡു ഫേസ്. എന്താണ് ഡു ഫേസ്? ഈസ് കൺസേൺഡ് വിത്ത് ദ ഇംപ്ലിമെൻറ്റ് ആക്ഷൻ ഓഫ് സൊല്യൂഷൻസ് ഫോർ റൂട്ട് കോസസ് ഓഫ് പ്രോബ്ലം. ദ ഇംപ്ലിമെൻറ്റേഷൻ ക്യാൻ ബി ഓൺ ട്രയൽ ബേസിസ് ഓർ ഓൺ എ പൈലറ്റ് ബാച്ച്. ഡു ഫേസിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം മീൻസ് ഒരു സൊല്യൂഷനുള്ള സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ പുതിയൊരു രീതിയിലുള്ള മെത്തേഡ്, പുതിയ രീതിയിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ആയിരിക്കാം. എനിവേ, അപ്പം അത്തരത്തിൽ പ്ലാൻ ചെയ്ത ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടായിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നറിയാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ വൈഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയല്ല, ഓർഗനൈസേഷൻ ഒരു ഏരിയയോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ആ പുതിയ ഒരു രീതി എങ്ങനെ ഉണ്ടാകും, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാകും, പെർഫോമൻസ് എങ്ങനെ ഉണ്ടാകും. ഈ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ
ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് എങ്ങനെയാകും എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു ട്രയൽ ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പൈലറ്റ് ബാച്ചിലേക്ക് മാത്രം ഒതുങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, കമ്പനി വൈഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ദെൻ ചെക്ക് ഓർ സ്റ്റഡി ഫേസ്. അവിടെ എന്താണ്? ചെക്ക് ഓർ സ്റ്റഡി റെഫേഴ്സ് ടു ചെക്കിംഗ് ആൻഡ് ഡിറ്റർമൈനിങ് if the implemented plan or program has worked correctly, and also to identify if any other problem to be solved or opportunity for further improvement exist. അപ്പോൾ ചെക്ക് ഓർ സ്റ്റഡിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു കാര്യം, ആ ഒരു പ്രോസസ് ആകാം, മെത്തേഡ് ആകാം, സൊല്യൂഷൻ ആകാം, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് നല്ലതാണോ, പോസിറ്റീവാണോ, റിസൾട്ട് ബാഡാണോ, മീൻസ് പുതിയൊരു പ്രോസസ്സ്, പുതിയൊരു രീതി പരീക്ഷിച്ചു, അതുമൂലം ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു, വേസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു, ഫെയിലിയേഴ്സ് കുറയ്ക്കാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം പോസിറ്റീവാണ് എങ്കിൽ അത് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുവാണ് ചെക്ക് ഓർ സ്റ്റഡി ഫേസിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഫർദർ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഫോർ ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യുന്നു. ദെൻ ആക്ട്. എന്താണ് ആക്ട്? റെഫേഴ്സ് ടു ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫൈനൽ പ്ലാൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആഫ്റ്റർ സോർട്ടിങ് ഔട്ട് എനി പ്രോബ്ലം ആൻഡ് ടു എൻഡ്യൂർ ദാറ്റ് ഇംപ്രൂവ്മെൻറ്റ് ക്യാൻ ബി സസ്റ്റെയിൻ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ്. അപ്പോൾ വൺസ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തു എങ്കിൽ അത് പിന്നെ ഓർഗനൈസേഷൻ വൈഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. നേരത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ ഒരു ചെറിയ സെക്ഷനിലോ നമ്മൾ ട്രയൽ ബേസ്ഡ് ആയിട്ട് നടത്തിയ ആ ഒരു പ്ലാൻ, അത് അതിൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണെങ്കിൽ അത് കമ്പനി വൈഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. മീൻസ് പുതിയൊരു ശീലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ അത് പിന്നെ തുടർന്നുകൊണ്ടേ പോകുന്നു. ഓക്കെ, ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ഒരു പ്ലാൻ ഡു ചെക്ക് ആക്ട് പ്രോസസ്സ് അഗെയിൻ റൺ ചെയ്യുവാണ്. ഇനിയും ആ കറണ്ട് ആയിട്ടുള്ള സിസ്റ്റത്തിനെ സ്റ്റഡി ചെയ്യുന്നു, അതിലെന്താണ് ഫർദർ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുന്നു, എഗെയിൻ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, ഡു ചെയ്യുന്നു, ചെക്ക് ഓർ സ്റ്റഡി, ദെൻ ആക്ട്. അപ്പോൾ അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ദെൻ സ്റ്റേജസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. പ്ലാൻ ഫേസ്, അവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ദ ടെസ്റ്റ് ഓർ ഒബ്സർവേഷൻ, ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം, പ്ലാൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിന് വേണ്ട സൊല്യൂഷൻ, അതല്ലെങ്കിൽ പുതിയ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കാം. എനിവേ അത് പ്ലാൻ ചെയ്യുന്നു. ഒബ്സർവ് ആൻഡ് അനലൈസ്, ഐസൊലേറ്റ് ദ റിയൽ കോസസ്, ഡിറ്റർമൈൻ കറക്റ്റീവ് ആക്ഷൻസ്, make predictions about what will happen and why, develop a plan to test the change, who, what, when, where. അപ്പോൾ പ്ലാനിങ് ഫേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങി എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണോ പ്ലാൻ ചെയ്യേണ്ടത് അതെല്ലാം പ്ലാനിങ് ഫേസിൽ സംഭവിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബ്ലം ആണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ അതെങ്ങനെ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടാകും, ദെൻ എന്തൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കേണ്ട വരണം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും, ദെൻ അതിൻ്റെ ഉത്തരവാദിത്തം ആര്, അല്ലെങ്കിൽ ആര്, എന്ത്, എങ്ങനെ, എവിടെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഉണ്ടാകണം. എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ആരാധിക്കും അത് കൺട്രോൾ ചെയ്യേണ്ടത് തുടങ്ങി ആ ഒരു പുതിയൊരു പ്ലാനിങ്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പുതിയ കാര്യം എന്തൊക്കെ ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു കാര്യം ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് അത് സഡനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അത് എവിടെ ചെയ്യണം തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായൊരു പ്ലാനിങ് വേണം. അതാണ് പ്ലാനിങ് ഫേസിൽ നടക്കുക. ഡു ഫേസിലോ ദെൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഒരു ട്രയൽ ബേസിസ് ആകട്ടെ. ട്രൈ ഔട്ട് ദ ടെസ്റ്റ് ഓൺ എ സ്മോൾ സ്കെയിൽ. കമ്പനി വൈഡായിട്ടല്ല ചെയ്തത്, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നറിയാൻ ജസ്റ്റ് ഒരു
ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു സ്മോൾ ആയിട്ടുള്ള ഏരിയയിലോ ജസ്റ്റ് ട്രയൽ റൺ നടത്തി നോക്കുന്നു. ദെൻ പ്രിപ്പയർ, അപ്ലൈ, ചെക്ക് ആപ്ലിക്കേഷൻ, ക്യാരി ഔട്ട് ദ ടെസ്റ്റ്, document problems and unexpected observations, begin analysis of the data. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഡു ഫേസ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ശേഷം ഗ്രാജുവലി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാലിഡ് ഡേറ്റാസ്. ദെൻ അതോടൊപ്പം തന്നെ ആ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നു, പുതിയ പ്രോസസ്സാണെങ്കിൽ, പുതിയ മെത്തേഡ്സ് ആണെങ്കിൽ അത് എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ഡോക്യുമെൻറ്റും കീപ്പ് ചെയ്തു. ദെൻ സ്റ്റഡി ഓർ ചെക്ക്, ടൈം ടു അനലൈസ് ദ ഡേറ്റ. അപ്പോൾ നമുക്ക് ഡേറ്റാസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു. ദെൻ അതിനുശേഷം സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ഡു ഫേസിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു, എന്താണ് റിസൾട്ട് ഉണ്ടാകുന്നത്, ആ റിസൾട്ടുകൾ മുഴുവൻ ആ ഒരു പ്രോസസ്സും അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡേറ്റാസും നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷമാണ് ആ ഡേറ്റാസിനെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് മൂലം ഉണ്ടാകുന്ന പെർഫോമൻസ് മനസ്സിലാകൂ. ടൈം ടു അനലൈസ് ദ ഡേറ്റ ആൻഡ് സ്റ്റഡി ദ റിസൾട്ട്. Check results, compare with goals, complete the analysis of the data, compare the data to your predictions, summarize and reflect on what was learned. ഇപ്പോൾ ഒരു പ്രോസസ്സിൽ ഒരു മാറ്റം വരുത്തി അല്ലെങ്കിൽ ഫുള്ളായിട്ടൊരു പ്രോസസ്സ് റീപ്ലേസ് ചെയ്ത് പുതിയൊരു പ്രോസസ്സ് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദെൻ ആ പ്രോസസ്സിൽ നിന്ന് ഡേറ്റാസൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, ആ പ്രോസസ്സിൽ വേരിയേഷൻസ് എങ്ങനെയുണ്ട്, ഫെയിലിയേഴ്സ് എങ്ങനെയുണ്ട്, ആ പ്രോസസ്സ് ക്വാളിറ്റിയെ എത്രത്തോളം ഹെൽപ്ഫുൾ ചെയ്യുന്നു, മീൻസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ എത്രത്തോളം സഹായിക്കുന്നു. അൾട്ടിമേറ്റ് ആയിട്ടും കമ്പയർ വിത്ത് ഗോൾസ്. എന്താണോ ഗോൾ, ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണോ, ഗോൾ എന്താണോ, അത് മീറ്റ് ചെയ്യുന്നതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇനി ആ പ്രോസസ്സ് അതിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ലെവലിലാണോ അതോ ബിലോ ആവറേജ് ആണോ എന്നൊക്കെയുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നു. ദെൻ ഫൈനലായിട്ടൊരു കൺക്ലൂഷൻ എത്തിച്ചേരുന്നു. ഈ ഒരു പ്രോസസ്സ് ഓർഗനൈസേഷൻ വൈഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നു. ദെൻ ആ പ്രോസസ്സ് ബെറ്ററാണ്, അത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നതാണ്, ക്വാളിറ്റി കൂട്ടുന്നതാണെങ്കിൽ then act. That is, refine the change based on what was learned from the test. അപ്പോൾ നമ്മൾ നടത്തിയ ആ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ വൈഡായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് അതൊരു സ്റ്റാൻഡേർഡായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. Prepare the next stage of planning, standardize and consolidate, determine what modifications should be made. ദെൻ അവിടെ അവസാനിച്ചില്ല. ദെൻ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ ഇനി ഫർദർ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം എന്നുള്ളതിനെക്കുറിച്ചും റിസർച്ച് ചെയ്യുന്നു. ദെൻ അഗെയിൻ ഈ പ്ലാൻ ടു ചെക്ക് ആക്ട് സൈക്കിൾ റൺ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്ന ഡെമിങ്സ് PDCA സൈക്കിൾ. ഇതാണ് ക്വാളിറ്റി ലെവൽ ടൈം. അതാണ് നമ്മൾ പറഞ്ഞത്, ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല, മറിച്ച് ടൈം വേരിയിങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈമിനനുസരിച്ച് ക്വാളിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതനുസരിച്ചൊരു മാർക്കറ്റിൽ ഒരു ഓർഗനൈസേഷനെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഡെമിങ് വീല് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഹയർ ക്വാളിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നതിലേക്ക് റൺ ചെയ്യണം. ദെൻ ദ 7 steps. നമ്മൾ നോക്കാൻ പോകുന്നത് PDCA സൈക്കിളിലെ 7 steps ആണ്. ദെൻ അതിന് ശേഷം ഈ ഓരോ സ്റ്റെപ്സും നമ്മൾ നേരത്തെ കണ്ട പ്ലാൻ ഡു ചെക്ക് ആക്ടിലെ 4 ഫേസിൽ എവിടെയൊക്കെ വരുന്നു എന്നുള്ളതും നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ? ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക.
നിലവിലുള്ള കറണ്ടായിട്ടുള്ള സിസ്റ്റത്തിനെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ആ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ഓപ്പർച്യൂണിറ്റിക്ക് എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു പ്രോബ്ലം എറേസ് ചെയ്തു, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിലൂടെ എങ്ങനെയാണ് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കും. അപ്പം അത്തരത്തിൽ ഓപ്പർച്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് 3 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ആൻഡ് തേർഡ് ഫേസ്. ഫസ്റ്റ് ഫേസ്, ബെറ്റർ ടു ഫോക്കസ് ഓൺ എ പ്രോബ്ലം that is resulting in maximum losses in the form of scrap, rework, processing time, additional resources, etc. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പ്രോബ്ലംസ് ആണ്. കാരണം ആ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനാണ് ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ടു ഫോക്കസ് ഓൺ എ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ലോസസ്, മാക്സിമം ഫെയിലിയേഴ്സ്, സ്ക്രാപ്പ് മാക്സിമം ഉണ്ടാക്കുന്നത്, റീവർക്ക് മാക്സിമം ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രോബ്ലംസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എങ്ങനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് മാക്സിമം ഫെയിലിയർ ആകാനുള്ള കാരണക്കാരെ കണ്ടെത്തും? യൂസിങ് പാരറ്റോ ചാർട്ട്സ്. വി യൂസ് പാരറ്റോ അനാലിസിസ് ടു ഐഡൻറ്റിഫൈ ദ മേജർ or root causes for 80% of problems. We use Pareto analysis to identify problems that are contributing maximum to the losses. അപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ 20% റൂട്ട് കോസസ് ഫോർ 80% പ്രോബ്ലംസിനെ കണ്ടെത്തുകയാണ് ഫസ്റ്റ് ഫേസിൽ ചെയ്യുക. അപ്പോൾ ആ പ്രോബ്ലംസ് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനിലൂടെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്താം. Other areas from which problems are identified are customer survey, employee survey, statutory requirements, brainstorming sessions, etc. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാം? യൂസിങ് കസ്റ്റമർ സർവേ, എംപ്ലോയി സർവേ. കാരണം കസ്റ്റമർ ഫീഡ്ബാക്കിലൂടെയും കസ്റ്റമർ സജഷനിലൂടെയൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റിലുള്ള ഫെയിലിയേഴ്സ്, പ്രോഡക്റ്റിലുള്ള ഡ്രോബാക്സ് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ കസ്റ്റമർ ഫീഡ്ബാക്കിലൂടെ മനസ്സിലാകും. അതോടൊപ്പം തന്നെ എംപ്ലോയി ഫീഡ്ബാക്കിലൂടെയും ഒരു ഓർഗനൈസേഷന് എവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം, ഓർഗനൈസേഷനിലെ കറണ്ടായിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസിലൂടെ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും മനസ്സിലാവും. ദെൻ വൈൽ കൺസിഡറിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം ടു സോൾവ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഹാവ് ടു ബി ആൻസേർഡ്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം? ഈസ് ദ പ്രോബ്ലം ഇമ്പോർട്ടൻറ്റ്? ഈ ഒരു പ്രോബ്ലം റിലവൻ്റ് ആണോ? മീൻസ് ഈ ഒരു പ്രോബ്ലം ഓർഗനൈസേഷൻ്റെ എന്താണോ ഗോള്, ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലെ ഒരു പാരാമീറ്റർ ആണോ? ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമോ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ഒന്നിലേക്ക് എത്തുമോ? എംപ്ലോയി മോട്ടിവേഷനോ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ എംപ്ലോയിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കിലേക്ക് എത്തുന്നതിന് കാരണമാകുമോ? അപ്പം അത്തരമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഇസ് ദ പ്രോബ്ലം ഈസ് ഇമ്പോർട്ടൻറ്റ് ഓർ എ റെലവൻറ്റ് വൺ? ദെൻ സെക്കൻഡ് പോയിന്റ്, will solving this problem contribute to attainment of goals? അതാണ് നമ്മൾ പറഞ്ഞത്, ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് സഹായിക്കുമോ ഈ ഒരു പ്രോബ്ലത്തിന് നിലവിലുള്ള കറണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ക്യാൻ ദ പ്രോബ്ലം ബി ഡിഫൈൻഡ് പ്രോപ്പർലി? ഒരു പ്രോബ്ലം പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ആ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസസ്, അതിന് ആ പ്രോബ്ലത്തുമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒന്നാണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് മുന്നിൽ വെച്ചുകൊണ്ട് വേണം സെക്കൻഡ് ഫേസിലേക്ക് പോകാൻ. സെക്കൻഡ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ദ ഫേസ് 2 ഈസ് ടു ഫോർമേഷൻ ഓഫ് എ ടീം ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ടീം രൂപീകരിക്കുന്നു. ഈ ടീം എന്താ ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ബ്രെയിൻ സ്റ്റോമിങ് സെഷനിലൂടെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നു.
The goals and objective of the team have to be clearly defined. അപ്പോൾ ടീമിൻ്റെ ഒബ്ജക്റ്റീവുകൾ അത് ക്ലിയർ ആയിരിക്കണം. മീൻസ് എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രോബ്ലം, അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോബ്ലം എറേസ് ചെയ്തു, അതിനൊരു സൊല്യൂഷൻ എന്തിനു കണ്ടെത്തണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, വിഷൻ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉള്ള ടീമായിരിക്കണം ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിൽ വർക്ക് ചെയ്യേണ്ടത്. Depending on the nature and enormity of the problem, the team members would be either from the same work area or from various departments. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ നേച്ചർ അനുസരിച്ച്, മീൻസ് അതൊരു കോമൺ പ്രോബ്ലം ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചേർന്ന്, അതല്ല ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രോബ്ലം ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ ചേർന്നായിരിക്കും ഈ ഒരു പ്രോബ്ലം സോൾവിങ് ടീംസ് ഫോർമുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് പ്രോബ്ലത്തിനെ ആശ്രയിച്ചിരിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ ആശ്രയിച്ചിരിക്കും. ദെൻ തേർഡ് ഫേസ്. എന്താണ് തേർഡ് ഫേസ്? ദ ഫേസ് 3 ഈസ് ടു ഡിഫൈൻ സ്കോപ്പ് ഓഫ് ദ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, മീൻസ് ഈ ഒരു പ്രോബ്ലം നമുക്കൊരു പുതിയ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലോ എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണോ ഈ ഒരു പ്രോബ്ലം. മീൻസ് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ കുറേയും കൂടി ഇമ്പ്രൂവ് ആകുമോ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഫെയിലിയർ ഇൻ പ്രോബ്ലം സോൾവിങ് ഈസ് ഫ്രീക്വൻറ്റഡ് ബിക്കോസ് ഓഫ് പുവർ ഡെഫിനീഷൻ ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം അതിനുണ്ടാകുന്ന ഫെയിലിയർ, അതിന് മെയിൻ കാരണം എന്താണ്? പുവറായിട്ടുള്ള ഡെഫിനേഷൻ. മീൻസ് ആ പ്രോബ്ലത്തിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാതെ ആ പ്രോബ്ലം എന്താണ്, അതിൻ്റെ റിലവൻസ് എത്രത്തോളം ഉണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്, ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, എംപ്ലോയീസിനെ അഫക്റ്റ് ചെയ്യുമോ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ അഫക്റ്റ് ചെയ്യുമോ, സപ്ലയറിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ലാതെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അവിടെ കറക്റ്റായിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത് ഡിഫൈൻ ദ സ്കോപ്പ് ഓഫ് ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ കറക്റ്റായിട്ട് സാധിക്കണം. ഓക്കെ, ആ പ്രോബ്ലം എത്രത്തോളം റിലവൻ്റ് ആണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. എ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർലി ഡിസ്ക്രൈബ്സ് ദ പ്രോബ്ലം as it currently exists and it is easily understood. Then it states the effect, what is wrong, when it happens, where it is occurring, and not why it is happening and who is responsible. ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. എന്ത്, എവിടെ, എങ്ങനെ ഉണ്ടായി ആ ഒരു പ്രോബ്ലം, അതാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി തുടങ്ങി, എപ്പോൾ ഉണ്ടായി, ഇനി അതുമൂലം എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു പ്രോബ്ലം എന്തൊക്കെ കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു. Then it focus on what is known and what is unknown and what needs to be done. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, എന്തൊക്കെ കാര്യങ്ങൾ അൺനോൺ ആണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രത്തോളം അറിയാം, ഇനി എത്രത്തോളം അറിയണം, കാരണം എന്തെല്ലാം കാര്യങ്ങൾ അൺനോൺ ആണെങ്കിൽ അത് കണ്ടെത്തിയിട്ട് മാത്രമാണ് ഒരു പ്രോബ്ലത്തിനെ കൂടുതലായിട്ടും സ്റ്റഡി ചെയ്യാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ ആ പ്രോബ്ലത്തിന് കറക്റ്റായിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. Then it uses facts and is free of judgment. It emphasizes impact on the customer. അപ്പോൾ മെയിനായിട്ടും ഒരു പ്രോബ്ലം അത് കസ്റ്റമറിനെ, ഇൻറ്റേർണൽ കസ്റ്റമറിനെയും എക്സ്റ്റേണൽ കസ്റ്റമറിനെയും സപ്ലയറേയും ഓർഗനൈസേഷനെയും എങ്ങനെ ബാധിക്കുന്നു എന്നതനുസരിച്ച് കൊണ്ട് ആ രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ അതിന് പ്രോബ്ലത്തിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ ആ പ്രോബ്ലവുമായി ബന്ധപ്പെടുന്ന കണക്ഷൻസും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദെൻ സ്റ്റെപ്പ് 2 എന്താണ്? അനലൈസ് ദ കറണ്ട് പ്രോസസ്സ്. നിലവിലുള്ള കറണ്ടായിട്ട് റൺ ചെയ്യുന്ന പ്രോസസ്സ്, അതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അതിൽ ഫെയിലിയേഴ്സ് ഉണ്ടോ, ഫെയിലിയേഴ്സ് കുറവാണോ, വേരിയേഷൻ കൂടുതലാണോ, വേരിയേഷൻ കുറവാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ് ആയിട്ടും ആ ഒരു പ്രോസസ്സിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നു. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഫേസ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കറൻ്റ്ലി പെർഫോമിങ്.
അപ്പോൾ എത്രത്തോളം പെർഫോമൻസ് ഒരു കറണ്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കാണിക്കുന്നു, അത് സ്റ്റഡി ചെയ്യുന്നു. എങ്ങനെ സ്റ്റഡി ചെയ്യും? യൂസിങ് relevant datas. A process flow diagram is prepared indicating the process and its connections. അപ്പോൾ ഒരു പ്രോസസ്സും അതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കണക്ഷനും കാണിക്കാൻ വേണ്ടി ഒരു പ്രോസസ് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നു. ദെൻ അതിനുശേഷം ആ പ്രോസസ്സിൽ എന്തെല്ലാം രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം, ഇമ്പ്രൂവ്മെൻ്റ് ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് ഔത്തിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. The level of customer satisfaction because of the process has to be measured and the root causes of the problem to be identified. അപ്പോൾ ഒരു പ്രോസസ്സ് എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് കാരണമാകുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ ആ പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ അത് കൂടുതൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കും എന്നുള്ള കാര്യവും മനസ്സിലാകും. എങ്കിൽ മാത്രമേ ആ പ്രോസസ്സിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കൂ. The customer requirements are considered and accordingly performance measures have to be defined. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ആവശ്യകതകൾ, നീഡ്സ്, അതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കസ്റ്റമറാണ് ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിന് കാരണം. ഒരു ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് കസ്റ്റമറാണ്, എക്സ്റ്റേണൽ കസ്റ്റമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സ്റ്റേണൽ കസ്റ്റമറിൻ്റെയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ കസ്റ്റമറിൻ്റെയും റിക്വയർമെൻറ്റ്സ് എന്താണോ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം അതിന് കറണ്ടായിട്ടുള്ള സിസ്റ്റത്തിനെ, പ്രോസസ്സിനെ സ്റ്റഡി ചെയ്താൽ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റൂ. എ പ്രൊസീജിയർ ടു റെഗുലർലി സീക്ക് ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമർ ആൻഡ് ദ സപ്ലയർ ഹാസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ കസ്റ്റമർ, എക്സ്റ്റേണൽ കസ്റ്റമർ, ഇൻറ്റേർണൽ കസ്റ്റമർ, സപ്ലയർ, ഈ മൂന്ന് പേരും അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക്, അവരിൽ നിന്നുള്ള സജഷൻസ്, അതിൻ്റെ എല്ലാം ബേസിൽ ഓർഗനൈസേഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓർഗനൈസേഷനിലെ സിസ്റ്റം, ഓർഗനൈസേഷനിലെ സ്ട്രക്ചർ, ഓർഗനൈസേഷനിലെ പ്രോസസ്സ്, ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ്: കസ്റ്റമർ ഇൻഫർമേഷൻ, ഡിസൈൻ ഇൻഫർമേഷൻ, പ്രോസസ് ഇൻഫർമേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ, സപ്ലയർ ഇൻഫർമേഷൻ ആൻഡ് ക്വാളിറ്റി ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അതിൻ്റെ ബേസിലാണ് സ്റ്റഡി നടത്തിയിട്ട് ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഡെവലപ്പ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. സ്റ്റഡി ചെയ്തു, ഒരു പ്രോബ്ലം സ്റ്റഡി ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ പെർഫോമൻസ് സ്റ്റഡി ചെയ്തു. ദെൻ ആ പെർഫോമൻസ് മോശമാണെങ്കിൽ പുതിയൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. മീൻസ് പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോസസ്സിൽ റിഫൈൻ ചെയ്യണം. ദെൻ അതിനു വേണ്ടിയുള്ള മാർഗങ്ങളാണ് സൊല്യൂഷൻ. ഡെവലപ്പ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇൻ ദിസ് ഫേസ് ദ ഒബ്ജക്റ്റീവ് ഈസ് എസ്റ്റാബ്ലിഷ് പൊട്ടൻഷ്യൽ ആൻഡ് ഫീസിബിൾ സൊല്യൂഷൻസ് ആൻഡ് റെക്കമെൻഡിങ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ടു ഇംപ്രൂവ് ദ പ്രോസസ്സ്. ഇപ്പോൾ പ്രോസസ്സിനെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ, ഏറ്റവും നല്ല ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ തക്ക ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്തുന്നു, ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. This is a creative process and brainstorming helps to arrive at the optimal solution. അപ്പോൾ ഇതൊരു ബ്രെയിൻ സ്റ്റോമിങ് സെഷനിലൂടെ ആണ് ഇത്തരത്തിലുള്ള ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുക. ഹിയർ 3 കാര്യങ്ങൾ ചെയ്യാം: ക്രിയേറ്റിംഗ് എ ന്യൂ പ്രോസസ്, കമ്പൈനിങ് ഡിഫറെൻറ്റ് പ്രോസസ്, മോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് വൺ. അപ്പോൾ നിലവിലുള്ള ഇതിനെ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പല പ്രോസസ്സുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് കുറേയും കൂടെ മെച്ചപ്പെട്ടതും എഫക്റ്റീവായിട്ടുള്ളതുമായ ഒന്നിലേക്ക് എത്തിച്ചേരാം. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ റിഫൈൻ ചെയ്ത് മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കുറേയും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇനി അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മൾ ഡേറ്റാസിനെ സ്റ്റഡി ചെയ്ത് ദെൻ അതിനുശേഷം ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തിച്ചേരുന്നു. ആ ഒപ്റ്റിമൽ സൊല്യൂഷനാണ് തീരുമാനിക്കുന്നത് നമുക്കിതിൽ ഏത് സെക്ഷനാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ദെൻ സ്റ്റെപ്പ് 4, ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ്. ദെൻ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് കണ്ടെത്തി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് ഇംപ്ലിമെൻറ്റിംഗ് ദ ബെസ്റ്റ് ഓപ്ഷൻ. Then the content of the implementation plan shall contain why will it be done, how it will be done, when it will be done, who will do it, where will it be done. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനിൽ
നമ്മൾ ആദ്യം എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഏത് ടൈമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം തുടങ്ങി ആ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്കൊരു കാര്യം എങ്ങനെ ഏത് രീതിയിൽ ചെയ്താൽ ഈ പ്രോസസ്സ് ഈ രീതിയിൽ ചെയ്താൽ ഒപ്റ്റിമം ക്വാളിറ്റിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്ലാൻ ചെയ്തു. അതുമാത്രം പോരാ, ഇനി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിൽ വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റൂ. ദെൻ സ്റ്റഡി ദ റിസൾട്ട്. വൺസ് ഇൻസ്റ്റാൾ, ദെൻ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യണം. ദിസ് ഫേസ് ഇൻവോൾവ്സ് സ്റ്റഡി ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പുതിയ ഒരു രീതി അത് എങ്ങനെയുണ്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയുണ്ടെന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള ഡേറ്റാസ് സ്റ്റഡി ചെയ്തുകൊണ്ട് മനസ്സിലാക്കണം. The team meets periodically to study the collected data and takes a decision on the implementation aspects. അപ്പോൾ ഡേറ്റാസിൻ്റെ ബേസിൽ സ്റ്റഡി ചെയ്തുകൊണ്ട് ആ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്ത പുതിയ രീതി, പുതിയ പ്രോസസ്സാകാം, പുതിയ മെത്തേഡ്സ് ആകാം, എനിവേ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന് ആ പെർഫോമൻസ് ബെറ്റർ ആണ് എങ്കിൽ കുറേയും കൂടെ ഓർഗനൈസേഷന് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ഒരു പാരാമീറ്റർ ആകുന്നുവെങ്കിൽ അത് കമ്പനി വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തു പോകുന്നു. സ്റ്റാൻഡർഡൈസ് ദ സൊല്യൂഷൻ. Once the team is satisfied with the implementation and working of the process should be institutionalized by controlling the process certification and operator certification. ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യം അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ വർക്കിങ്ങിലെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, പഴയതിൽ നിന്നും ഫാർ ബെറ്റർ ആണ് പുതിയ പ്രോസസ്സ് എങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ദെൻ കമ്പനി വൈഡായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ പുതിയ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നു. ദെൻ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ, ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇൻ ദിസ് സ്റ്റേജ് ആൻ ഇംപ്രൂവ്ഡ് ലെവൽ ഓഫ് പെർഫോമൻസ് ഈസ് എയിം. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ക്വാളിറ്റി പോരാ, കാരണം ടൈമിനനുസരിച്ച് ക്വാളിറ്റി ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. In this stage, an improved level of performance is aimed at even though the implementation aspects are through. ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷനിൽ തന്നെ വീണ്ടും എങ്ങനെ പുതിയ കാര്യങ്ങൾ ഇന്നൊവേറ്റീവായിട്ട് അല്ലെങ്കിൽ പുതിയ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അഗെയിൻ ഈ സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. ദെൻ പ്ലാൻ ഡു സ്റ്റഡി ആക്ടിൽ എങ്ങനെയാണ് ഈ സ്റ്റെപ്സുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ആൻഡ് സ്റ്റെപ്പ് 3. അതോടൊപ്പം തന്നെ സ്റ്റെപ്പ് 7 പ്ലാൻ എന്ന് പറയുന്ന ഫേസുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ സ്റ്റെപ്പ് 4 ഡു എന്ന ഫേസുമായിട്ട് കണക്റ്റഡ് ആണ്. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് സ്റ്റഡി എന്ന ഫേസുമായിട്ട് കണക്റ്റഡ് ആണ്. സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് അതുപോലെ സ്റ്റെപ്പ് 7 ആക്ട് എന്ന ഫേസുമായിട്ടും കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് ദെൻ ബെനഫിറ്റ്സ് ഓഫ് PDCA സൈക്കിൾ. എന്തൊക്കെയാണ് ബെനഫിറ്റ്സ്? കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക, അതുമൂലം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുമൂലം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സപ്ലയർ സാറ്റിസ്ഫാക്ഷൻ, ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ലീഡ്സ് ടു ടോപ്പ് മാനേജ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ. Daily routine management for the individual and or the team, problem solving process, project management, continuous development, vendor development, human resource management, new product development, process rights. അപ്പോൾ PDCA മൂലം പുതിയൊരു പ്രോഡക്റ്റിലേക്കോ പുതിയൊരു പ്രോഡക്റ്റ് ഫീച്ചേഴ്സിലേക്കോ അല്ലെങ്കിൽ പുതിയ ഇന്നൊവേറ്റീവായിട്ട് കാര്യങ്ങളിലേക്ക് ഓർഗനൈസേഷനിൽ എത്തിച്ചേർക്കുന്നതിൽ PDCA ഹെൽപ്ഫുള്ളാണ്. അതോടൊപ്പം തന്നെ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും സപ്ലയർ ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പും ഏറ്റവും ബെസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുപോകാനും PDCA ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കെയ്സൺ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നോക്കാം. താങ്ക് യു.